എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഞാനിന്ന് വരയ്ക്കുന്നത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചക്കളത്തി പോരാട്ടത്തിനെ പറ്റിയാണ്. സാധാരണഗതിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെയുള്ള ചക്കളത്തി പോരാട്ടമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ രംഗത്ത് നടക്കാറ്. പക്ഷേ ഇത് അതല്ല. മുന്നണിയിലെ തന്നെ സ്വന്തം പാർട്ടിയിലെ ഒരു സ്വതന്ത്ര MLA ആഭ്യന്തര വകുപ്പിനും ഭരണ സംവിധാനങ്ങൾക്ക് മൊത്തവുമെതിരെ അതിഗുരുതരമായ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നിരന്തരമായി പത്രസമ്മേളനം നടത്തുകയും അതിന് തെളിവുകൾ ഹാജരാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രി പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്നുള്ള മട്ടിൽ പൊട്ടനെ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചെങ്കിലും യഥാർത്ഥ കാര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയെങ്കിലും പത്രക്കാരെ കാണാനുള്ള ഒരു സൗമനസ്യം പുള്ളി കാണിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെ അൻവർ പത്രസമ്മേളനം നടത്തി പുതിയ കുറേ കാര്യങ്ങൾ കൂടെ വിളമ്പി. അതായത് ADGP അജിത് കുമാറിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പിന്നീടും ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി പുണ്യാളനാണ്, മുഖ്യമന്ത്രി കുഴപ്പക്കാരനല്ല, മുഖ്യമന്ത്രി എല്ലാവരും കൂടെ കുഴിച്ചടിക്കുകയാണ്, മുഖ്യമന്ത്രി ആനയാണ് ചേനയാണെന്നുള്ള മട്ടിലാണ് അൻവർ പറയുന്നത്. അവിടെയാണ് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ ശുദ്ധിയിൽ സംശയം തോന്നുന്നത്. ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾ ശുദ്ധനാണ്, ബാക്കി ആ ഓഫീസിലുള്ള സകലരും മോശക്കാരാണെന്ന് വരികിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നതാണോ? ഒരു ഓഫീസിലുള്ള തലപ്പത്തിരിക്കുന്ന ആൾ ശരിയാണെങ്കിൽ എല്ലാം ശരിയാവും. ഇനി അഥവാ ശരിയല്ലെങ്കിൽ അവരെ രാഖി രാമായണം കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി മോശക്കാരനാണ്, ADGP മോശക്കാരനാണ്, എല്ലാവരും മോശക്കാരാണ്. പക്ഷേ മുഖ്യമന്ത്രി മാത്രം പുണ്യാളനാണ് എന്നാണ് അൻവർ പറയുന്നത്. അൻവറിൻ്റെ ഈ പ്രസ്താവനകൾ കേട്ടാൽ പണ്ടൊരു പഴമൊഴിയുണ്ട്, ഈ തോളിലിരുന്ന് ചെവി തിന്നുക എന്നും പറഞ്ഞൊരു പഴമൊഴിയുണ്ട്. അതായത് മാക്സിമം അദ്ദേഹത്തിന് ഉപദേശിച്ച് അദ്ദേഹത്തിൻ്റെ തോളിൽ കയറി ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെവി കടിച്ച് പറിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് ഈ അൻവർ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ ഇനി എന്ത് ശിക്ഷിച്ചാലും ഞാൻ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയത്തില്ലെന്നാണ് ഈ അഭിനവ അഴിമതിക്കെതിരെ പോരാടുന്ന അഭിനവ പോരാളി. എന്തായാലും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൊരു കാർട്ടൂൺ വരയ്ക്കാം. ഈ അൻവർ മുഖ്യമന്ത്രിയുടെ തോളിലിരുന്ന് ചെവി കടിക്കുന്നതിനെ പറ്റിയാണ് ഈ കാർട്ടൂണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ കാർട്ടൂണിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫാണിത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ തോളിലിരുന്ന് ചെവി തിന്നുന്ന അൻവറാണ്. മാധ്യമങ്ങളിൽ ഇതേപ്പറ്റി വന്ന വാർത്തകളാണിത്. നമുക്കിനി ഇതിൻ്റെ ഇൻഡിങ്ങിലോട്ട് കിടക്കാം.
കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ തോളിലിരുന്ന് ചെവി തിന്നുന്ന അൻവറിൻ്റെ കാർട്ടൂൺ കഴിഞ്ഞിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ തൽക്കാലം വിടവാങ്ങുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.